ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ല പഴുത്ത മാങ്ങ വെച്ചുണ്ടാക്കുന്ന ഒരു മാമ്പഴ പ്രഥമൻ അല്ലെങ്കിൽ മാമ്പഴ പായസം ആണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഇത് ഒരിക്കൽ ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കൊക്കെ മാങ്ങയുടെ സീസണിലും മാങ്ങ കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഒന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്. പല രീതിയിൽ മാങ്ങ വെച്ച് പായസം ഉണ്ടാക്കാം. പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ ഒന്ന് വേവിച്ചതിന് ശേഷം മിക്സിയിൽ അരച്ച് അല്ലെങ്കിൽ വേവിക്കാതെ തന്നെ മിക്സിയിൽ അരച്ച് വഴറ്റി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ രീതിയിൽ ചെറിയ കഷ്ണങ്ങളായിട്ടിട്ട് പായസം വെച്ച് നോക്കിയേ, ഒരു വല്ലാത്ത ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ എന്താ പറയുക, നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും. അതായത് നമുക്ക് തികയത്തില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. ആ ഉണ്ടാക്കുന്ന ആ നിമിഷം എല്ലാവർക്കും നിങ്ങൾ സെർവ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ നല്ല മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ, നല്ല മാംസളമായ മാങ്ങ, പുളിയില്ലാത്തതാണെങ്കിൽ നിങ്ങൾ ഈ പായസം ഒന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ പായസം എന്നല്ല, ഇത് ശർക്കരയൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പം മാമ്പഴ പ്രഥമൻ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ചവ്വരിയാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പിൽ ചവ്വരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ടതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. ഇതേപോലെ വെന്ത് കിട്ടണം. അതായത് നല്ല പളുങ്ക് മണി, മുത്തുമണി പോലെ ഇങ്ങനെ, അതായത് ഇങ്ങനെ തരി പോലെ കിടക്കരുത്. ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ഉരുളി വെച്ചിട്ട് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഈ ഉരുളി ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കട്ടിക്കിരിക്കുവാണ്. അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ കണക്ക് പറഞ്ഞത്. ഞാൻ ടീസ്പൂണാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തു. ഇച്ചിരി നെയ്ക്കകത്ത് വേണം ഈ മാങ്ങ വരട്ടിയെടുക്കാൻ കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന 2 വലിയ മാങ്ങയാണ്. കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം എടുത്തതാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെയോ ഇതിലും ചെറുതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഒരിക്കലും പുളിയുള്ള മാങ്ങ ഈ പായസത്തിന് എടുക്കല്ല, നല്ല മധുരമുള്ള മാങ്ങയായിരിക്കണം. ഇനി ഇത് നമുക്ക് ഈ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കരുത്. കാരണം ഇത് ഉരുളിയൊക്കെയാണ് കേട്ടോ. അടിക്ക് പിടിച്ച് മാങ്ങയൊക്കെ ആ ഉരുളിയുടെ അടിയിലൊക്കെ പറ്റി പിടിക്കും. അതുകൊണ്ട് തീ ഒരുപാട് കൂട്ടി വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ ക്രമീകരിച്ച് വേണം ഇടാൻ. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിട്ടതിന് ശേഷം ഇങ്ങോട്ട് മാറിപ്പോരുത്. പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനടുത്തൊക്കെ തന്നെ നിൽക്കണം. പിന്നെ നമ്മളിത് ഇളക്കി ഈ നെയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ നല്ലതുപോലെ ആ നെയ്യുടെ ഫ്ലേവറെല്ലാം ഈ മാങ്ങയിലേക്ക് ഇറങ്ങി ചെല്ലണം. എപ്പോഴും ഇങ്ങനെയുള്ള ഡിഷസ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ഈ മാങ്ങ നെയ്യിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ശർക്കര പാനിയിൽ വേണം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാൻ. പിന്നെ നമ്മൾ തേങ്ങാപ്പാലിലും പശുവും പാലിലും കൂടെ വേവിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. പലരും പല രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ ഈ രീതി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ മാങ്ങ നമ്മൾ ഒരുപാട് വേവിച്ച് അങ്ങ് അരിഞ്ഞതിന് ശേഷമാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. നമ്മൾ കഴിക്കുമ്പോൾ ഒരു ബൈറ്റ് കിട്ടത്തില്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഒരുപാട് പേരുടെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-ാം പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 1 കപ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ് ചേർക്കുക. തീ ഒന്ന് ഒരുപാട് കൂട്ടി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നല്ലതുപോലെ അങ്ങ് ഇളക്കണം. ഇളക്കിയിട്ട് ഈ തേങ്ങാപ്പാലും മാങ്ങയും നെയ്യും കൂടെ നല്ലതുപോലെ മിക്സാക്കണം. എന്നിട്ട് ഉടൻ തന്നെ നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ശർക്കര പാനിയുടെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വ്യക്തമായിട്ട് കൊടുക്കാം. ഇതിപ്പം ഞാൻ ശർക്കര പാനി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. അതിൽ ഞാനൊരു 2 മാങ്ങയ്ക്കൊരു 225 ml ശർക്കര പാനിയോളം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മധുരം നോക്കി വേണം നിങ്ങൾ ചേർക്കാൻ കേട്ടോ. ആദ്യം ഒന്ന് ഒഴിച്ചിട്ട് നിങ്ങളതിന് മധുരം ഉണ്ടോ നോക്കിയിട്ട് കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. പായസത്തിൻ്റെയൊക്കെ മധുരം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കൃത്യമായ ഒരു കണക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും.
ഇനി ഇത് നല്ലതുപോലെ ഇളക്കണം. മാങ്ങ ഈ ശർക്കരപ്പാനിയിലും കൂടെ നല്ലതുപോലെ അങ്ങ് ചേരണം. അതായത് നല്ല സോഫ്റ്റായി, ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നെയ്യിൽ വഴറ്റിയപ്പം തന്നെ തേങ്ങാപ്പാലിൽ കിടന്ന് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് വെന്ത് അലുത്തു പോകരുത്. കുറച്ച് വെന്ത് അലുത്തു പോയിക്കോട്ടെ, എല്ലാം വെന്ത് അലുത്തു പോകരുത്. ഇനി ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് നല്ലതുപോലെ ഇളക്കി അങ്ങനെ എടുക്കണം. അപ്പോൾ തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. ഈ സമയത്താണ് ചവ്വരി ചേർക്കേണ്ടത്. ചവ്വരി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക. പായസം കുടിക്കാനായിട്ട് വേണ്ടേ, അപ്പം നമ്മളിതിലേക്ക് പാല് ചേർക്കണം. അപ്പോൾ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് പശുവിൻ പാലാണ്. പശുവിൻ പാൽ ഞാനൊരു 1.5 കപ്പ് പശുവിൻ പാലാണ് ചേർക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യം ഒരു കപ്പ് പശുവിൻ പാൽ ചേർക്കും. ഇപ്പോൾ 1 കപ്പാണ് ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. അതിനുശേഷം വീണ്ടും ഒരു 1/2 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട്, പാലൊന്നും ഒരുപാട് കൂടരുത്. ഒരുപാട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലിൻ്റെ ചുവയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നോക്കി വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിപ്പം 1 കപ്പ് പാല് ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഇളക്കി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പശുവും പാൽ ചേർത്താലൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ സാധാരണ അടപ്രഥമൻ ഉണ്ടാകും പോലും പശുവും പാലിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഒരു അടപ്രഥമൻ ഇട്ടിട്ടുണ്ട്, ഞാൻ ആ റെസിപ്പി ഇട്ട് തരാം കേട്ടോ. ഇപ്പം ഞാൻ 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പശുവും പാൽ തന്നെയാണ്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി, തീ ഒരുപാട് കൂട്ടി വെക്കരുത്. ഈ പായസം ഉണ്ടാക്കുമ്പോഴേ ഈ ഇളക്കുന്നതാണ് ഏറ്റവും വലിയൊരു സ്റ്റെപ്പ്. അതിൻ്റെ ആ ഇളക്കുന്നതിലും നമ്മളത് കളഞ്ഞിട്ട് പോകുകയൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെ ഇളക്കുന്നതിലൊക്കെ ഇരിക്കും ആ പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ വരും. അതുപോലെ നമ്മൾ ആ ചേർക്കുന്ന ഓരോ ചേരുവയുടെയും അളവൊക്കെ കറക്റ്റ് ആയിരിക്കണം. ഞാൻ 1/2 കപ്പ് പാലെന്നുള്ളത് 1/4 കപ്പ് വെച്ചാണ് ഒഴിച്ചത്. 2 പ്രാവശ്യമായിട്ടാണ് ഒഴിച്ചത്. അങ്ങനെ കറക്റ്റായിട്ട് 1.5 കപ്പ് പശുവും പാലും ചേർത്ത് കഴിഞ്ഞു. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യുവാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് പായസത്തിൻ്റെ അളവ് കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ 1.5 മുതൽ 2 കപ്പ് വരെയൊക്കെ പശുവും പാൽ ചേർക്കാം. വേണ്ട കണ്ടോ, ആ മാങ്ങയൊക്കെ ചെറുതായിട്ടുണ്ട്. ചില മാങ്ങ കഷ്ണങ്ങൾ കടിക്കാനായിട്ട് കിട്ടും, ചിലതങ്ങ് നല്ലതുപോലെ അലിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇളക്കി ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഒരു പായസത്തിൻ്റെ ലുക്കൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും അതെങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പരുവമെന്ന് കേട്ടോ. ഏകദേശം നമ്മുടെ പായസത്തിൻ്റെ ഒരു പരുവമൊക്കെ ആയി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ 2-3 പ്രാവശ്യം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആകെ 2 പ്രാവശ്യം 1/2 ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പായസം ആകുമ്പം നെയ്യുടെയൊക്കെ ഒരു ഫ്ലേവർ വേണം, അല്ലെങ്കിൽ ആ ടേസ്റ്റ് കുറഞ്ഞു പോകും. ഇനി ഇതിലേക്ക് തീ വളരെ കുറച്ച് വെച്ചിട്ട് ലാസ്റ്റായിട്ട് ഞാൻ 1-ാം പാല്, അതായത് തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത്. 1-ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് 1-ാം പാലാണ് ചേർത്തിരിക്കുന്നത്. ഇത് തേങ്ങാപ്പാലാണ്. ഇനി നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ഇത് യോജിപ്പിക്കണം. പിന്നൊരു കാര്യം, ഈ തേങ്ങാപ്പാൽ ചേർക്കുമ്പം ഈ നമ്മുടെ പായസത്തിൻ്റെ കളറങ്ങ് കുറയും കേട്ടോ. അതുപോലെ ഈ ശർക്കരയുടെ കളറിനെയൊക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ പായസത്തിൻ്റെ കളറ്. ഇപ്പം ശർക്കര നല്ല ഡാർക്ക് കളറാണെങ്കിൽ പായസത്തിന് അതുപോലെ കളറായിരിക്കും. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ശർക്കരയുടെ അനുസരിച്ച് ഈ പായസത്തിൻ്റെ കളറും വരുത്തുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്ക പൊടിക്കാൻ ഏലക്കയുടെ അതിൻ്റെ തൊലി മാറ്റിയിട്ട് മിക്സിയിൽ അതിൻ്റെ കുരുവെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഏലക്ക ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പം നല്ലതുപോലെ എല്ലാം മിക്സ് ചെയ്തു. അപ്പം നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു പരുവമാണ്. ഈ പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഇനി ഇതിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് കുറുകിപ്പോവും. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നെയ്യിൽ വറുത്തിടാനുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരിങ്ങയും കൂടെയാണ് ഇതിലേക്ക് ഞാൻ വറുത്തിട്ടിട്ടുണ്ട്. കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ പായസം. നമ്മൾ തീ ഓഫാക്കിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, നല്ല മണമാണ്. ഞാൻ നിങ്ങളോട് ഇത്രയും എടുത്തെടുത്ത് പറയുന്നെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് പായസം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പായസം ഉണ്ടാക്കി കൊടുക്കാം. പുളിയുള്ള മാങ്ങ എടുക്കല്ല, അങ്ങനെയാണെങ്കിൽ പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങളോടുള്ള വാക്ക് ഞാനിപ്പോൾ പാലിക്കുന്നുണ്ട്. ഡെയിലി ഞാൻ മാക്സിമം വീഡിയോ ഇടുന്നുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഏതൊക്കെ റെസിപ്പീസാണ് കാണാൻ ആഗ്രഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ, എനിക്കറിയാവുന്നതാണെങ്കിൽ, ഇനി അഥവാ എനിക്കറിയത്തില്ലെങ്കിൽ ആരുടെയും ചോദിച്ചെങ്കിലും ഞാനത് നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും.
അപ്പോൾ വീണ്ടും അടുത്ത ഒരു നല്ല റെസിപ്പിയിൽ കാണുന്നത് വരെ എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി, സ്നേഹം.